ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമാസത്തിൽ ലോകത്തെവിടെയും ഉള്ള വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതലായി അറിയുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തെയും ഈ മാസത്തിലെ ആഘോഷങ്ങളെയും പ്രത്യേകമായി എന്തിന് പരിഗണിക്കണം എന്ന് ചോദിക്കുന്നവർ സഹതാപമർഹിക്കുന്നു എന്നല്ലാതെ മതപരമായ ഒരു ന്യായവും അവരുടെ മുന്നിൽ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ വിലാസം ഏതാണ്? റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ വിലാസം. ഈ വിലാസത്തിന്റെ ഏറ്റവും വലിയ ബഹുമാനം എന്താണ്? അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ സന്ദേശം അല്ലാഹു നിശ്ചയിച്ച ജനങ്ങളിലേക്ക്, പ്രബോധിതരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു തആല തന്നെ തിരഞ്ഞെടുത്ത വിശേഷ വ്യക്തിക്കാണ് റസൂൽ എന്ന് പറയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ സ്ഥാനം ഉള്ളയാൾ. ആർക്കാണോ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ടത്, ആ എത്തിച്ചു കൊടുക്കേണ്ട ജനങ്ങളിൽ ആ സന്ദേശം പ്രചരിപ്പിക്കാൻ അധികാരമുള്ളയാൾ. അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ വഹിക്കാൻ മാത്രം മഹത്വവും ബഹുമാനവുമുള്ള ആൾ. ഒരാൾ ഇബാദത്ത് കൊണ്ട് എത്തിച്ചേരുന്ന പദവിയല്ല റസൂൽ എന്ന പദവി. ഒരാൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് എത്തിച്ചേരുന്ന സ്ഥാനമല്ല റസൂൽ എന്ന സ്ഥാനം. ഒരാൾക്ക് പാരമ്പര്യം കൊണ്ട് ലഭിക്കുന്നതല്ല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ദൂതൻ എന്ന സ്ഥാനം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ തെരഞ്ഞെടുത്ത് അധികാരങ്ങൾ നൽകി നമ്മളിലേക്ക് നിയോഗിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട വ്യക്തിയാണ് ഹബീബുനാ വ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് അല്ലാഹു അല്ലാത്തതെല്ലാം. ആ സൃഷ്ടികളിലേക്ക് അല്ലാഹുവിന് അല്ലാഹു തന്നെ തുറന്നു വെച്ച കവാടം ഏതാണ്? ഒന്നുകൂടി വ്യക്തമായി പറയാം. അല്ലാഹു അല്ലാത്തതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ആ സൃഷ്ടികളിലേക്ക് അല്ലാഹു തആല തന്നെ തുറന്നു വെച്ച കവാടം ഏതാണ്? മിഫ്താഹു ബാബി റഹ്മത്തില്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ അല്ലാഹു സൃഷ്ടിച്ച ലോകത്തോട് അല്ലാഹു തആല സംവദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന കവാടത്തിലൂടെയാണ്.
കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാം ആദം അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം വരെ ഈ ലോകത്തോട് സംസാരിച്ചതും ഇടപെട്ടതും മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന കവാടത്തിലൂടെയാണ്. കാരണം അല്ലാഹു തആല അങ്ങനെയാണ് സംവിധാനിച്ചത്. وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من الديم وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് കിട്ടിയ വെളിച്ചവും കൊണ്ടാണ് അവരവരുടെ ജനതയ്ക്ക് വെളിച്ചം നൽകിയത്. എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിൽ നിന്നുള്ള ഒരു ശകലവും വാങ്ങിയിട്ടാണ് അവരവരുടെ ജനതകൾക്ക് അറിവ് നൽകിയത്. എല്ലാ പ്രവാചകന്മാരും അവരവരുടെ ജനതയോട് പറഞ്ഞു, എന്റെ കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ എന്റെ ദൗത്യം അവിടെ അവസാനിക്കും. ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. മൂസാ നബി അലൈഹിസ്സലാം എന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ മെമ്പറാവുകയാണ് മൂസാ നബിക്കുള്ള ദൗത്യം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ രണ്ടാം വരവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിനെയാണ് ശക്തിപ്പെടുത്തുക. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തിനെ അല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തോട് സംവദിക്കാൻ അവൻ തന്നെ വെച്ച കവാടം, ആ കവാടമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം എത്ര വലുതാണ്.